ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെറുപഴം കൊണ്ടുണ്ടാക്കിയെടുക്കുന്ന ഒരു പാൻ കേക്കാണ്. ചെറുപഴവും മുട്ടയും മൈദയും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. ഈ അടിച്ചെടുത്ത മിക്സിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. ബാറ്റർ തിക്കാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്ത് വരാം. ഇനി നമുക്ക് ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മളെ ബാറ്ററിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. നല്ലോണം തിക്കാവാനും പാടില്ല, എന്നെങ്കിൽ നല്ലോണം ലൂസാവാനും പാടില്ല. ഈ ഒരു പരുവത്തിലായിരിക്കണം നമ്മളെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാന് ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു തവി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ പരത്തി കൊടുക്കൊന്നും വേണ്ട, നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഒരു സൈഡ് കുക്കായി വന്നാൽ മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഈ ഒരു പാൻ കേക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും കുക്കായി വന്നാൽ നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. അങ്ങനെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം. കുട്ടികൾക്ക് തേന് അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് സ്പ്രെഡ് ചെയ്തും കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേന് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ടേസ്റ്റിൽ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.